പരീക്ഷാ പേടി എങ്ങനെ മാറ്റണം? എന്താ പരീക്ഷാ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ പരീക്ഷാ പേടി എന്ന് പറയാൻ പറ്റുള്ളൂ. പഠിക്കാത്തവർക്ക് എന്ത് പരീക്ഷാ പേടി? അപ്പോൾ പഠിച്ച കുട്ടികൾക്ക് പോലും പരീക്ഷ വരുന്നതിനേക്കാൾ മുന്നേ ഒരു പേടി ഉണ്ടാവാറുണ്ട്. അത് ചില കുട്ടികൾക്ക് വളരെ തീവ്രമാവാറുണ്ട്. അങ്ങനെ പരീക്ഷാ പേടിയുള്ള കുട്ടികളുടെ ലക്ഷണമാണ് പരീക്ഷാ ഹാളിൽ നന്നായി പഠിച്ച് എല്ലാം വളരെ ഒരുങ്ങി നിൽക്കുന്ന കുട്ടി പോലും പരീക്ഷാ പേടി എന്ന് പറയുന്ന അതൊരു ആങ്സൈറ്റിയാണ്. ആ ആങ്സൈറ്റി വരുമ്പോൾ, ആ പേടി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹാളിൽ ചെന്നിരുന്ന് കഴിഞ്ഞാൽ തന്നെ നെഞ്ഞിടിപ്പ് തുടങ്ങും, അസ്വസ്ഥത തുടങ്ങും, ശ്വാസം കിട്ടാത്ത പോലെ തോന്നും. മാത്രമല്ല ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, എല്ലാം മറന്ന പോലെ. ഇതിനെയാണ് ബ്ലാങ്കാവെന്നൊക്കെ പറയും. ഇതിനെയാണ് പരീക്ഷാ പേടി എന്ന് സത്യത്തിൽ പറയുന്നത്. ഈ പരീക്ഷാ പേടിയെ നമുക്ക് എങ്ങനെ അഭിമുഖീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിനെ വറി എക്സ്പോഷർ എന്ന് പറയുന്നൊരു സൈക്കോ തെറാപ്പി നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീട്ടിൽ വെച്ചിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. പരീക്ഷാ പേടിയുള്ള കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അവരുടെ ചിന്തകളായിരിക്കും അവരെ ഈ ഒരു വികാരത്തിലേക്ക് തള്ളിവിടുന്നത്, ഈ ഭയത്തിലേക്ക് തള്ളിവിടുന്നത്. പരീക്ഷയ്ക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കില്ലേ, അതുപോലെ തന്നെ പഠിച്ചത് തന്നെയാണോ വരിക, പഠിക്കാത്ത ഭാഗത്തുനിന്ന് വരുമോ, അതുപോലെ തന്നെ പഠിച്ചതൊക്കെ മറന്നു പോകുമോ, നന്നായി എഴുതാൻ സാധിക്കില്ലേ, അങ്ങനെയുള്ള ഈ പരീക്ഷയുടെ അന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. ഒരു ആൻറ്റിസിപ്പേറ്റിംഗ് ഫിയറാണ് സത്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ പരീക്ഷാ പേടി എന്ന് പറയുന്നത്. പരീക്ഷയൊന്നും ആയിട്ടില്ല, അതിലും മുന്നേ തന്നെ പേടി തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള പേടിയെ നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ വെറി എക്സ്പോഷർ എന്ന് പറയുന്ന തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. പരീക്ഷാ പേടിയുള്ള കുട്ടികൾ നല്ലൊരു സ്ഥലം തിരഞ്ഞെടുത്ത് വീട്ടിൽ തന്നെ ഒന്ന് മലർന്ന് കിടന്നൊരു വയറൊരു കൈ നെഞ്ചത്തും വെച്ചിട്ട് നല്ല ആഴത്തിൽ ശ്വാസം എടുക്കുക. ശ്വാസം എടുത്ത് പിടിച്ച് നിൽക്കുക. ഒരു 4 സെക്കൻഡ് 1 2 3 4 എന്നിട്ട് കൗണ്ട് ചെയ്തിട്ട് പതുക്കെ, വളരെ പതുക്കെ പുറത്തേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത്തിരി കഴിഞ്ഞ് വീണ്ടും എടുക്കുക, അങ്ങനെയുള്ളത്. അല്ലാണ്ട് ശ്വാസം മുട്ട് പോലെ വലിച്ചെടുക്കണ്ട. അങ്ങനെ പതുക്കെ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിച്ച് ഒരു 20 30 തവണ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് റിലാക്സേഷനിലേക്ക് മനസ്സ് വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യുന്നു? വളരെ റിലാക്സഡ് ആയിക്കഴിഞ്ഞാൽ 30 എണ്ണമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം റിലാക്സേഷനിലേക്ക് കടന്നു വരും. നെഞ്ഞിരിപ്പൊന്നും ഉണ്ടാവില്ല, വളരെ ശാന്തതയിലേക്ക് കടന്നു വരും. അങ്ങനെ വന്നതിന് ശേഷം ഈ കുട്ടി എന്ത് ചെയ്യുന്നു? എന്താണ് തൻ്റെ പേടി? എന്തിനെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നത്? പേടി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അപ്പോൾ കാണാം ഈ ചിന്തകളൊക്കെ കടന്നു വരുന്നു. മിക്കവാറും പരീക്ഷയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അയ്യോ പരീക്ഷയ്ക്ക് വിചാരിച്ചത് വരില്ലേ, പരീക്ഷയ്ക്ക് ഉത്തരം തെറ്റുമോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഭീതിയൊക്കെ കടന്നു വരും. അത് ഇത്തിരി നേരം മനസ്സിൽ പിടിച്ചു നിൽക്കുക. പരീക്ഷ പേടി ഇത്തിരി നേരം മനസ്സിൽ പിടിച്ചു നിൽക്കുക. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് നേരമൊക്കെ പിടിച്ച് നിന്നാൽ മതി. 5 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മനസ്സിൽ ആ പരീക്ഷ പേടി എന്തൊക്കെയാണ്, ആ ചിന്തകൾ എന്തൊക്കെയാണ്, അത് ഇത്തിരി നേരം മനസ്സിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 3 തവണ നല്ല ആഴത്തിൽ ശ്വാസം എടുത്ത് വിടുക. നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ശ്വാസം എടുത്ത് വിട്ടതിന് ശേഷം ഈ പരീക്ഷ അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന പരീക്ഷ എങ്ങനെയൊക്കെ അഭിമുഖീകരിക്കാൻ സാധിക്കുമെന്നുള്ള നല്ല ചിന്തകൾ കൊടുക്കുക. പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ. അതിങ്ങനെയായിരിക്കാം, ഇതിന് മുന്നേ പല പരീക്ഷകൾ എഴുതി ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തന്നെയാണ്, പക്ഷേ നന്നായി മാർക്ക് വാങ്ങിക്കാൻ സാധിച്ചു. അത് നല്ലൊരു ഹോപ്പ് ഉണ്ടാക്കുന്ന, ഒരു ധൈര്യം കിട്ടുന്നൊരു ചിന്തയാണ്. ആ ചിന്ത നന്നായിട്ട് ഒന്ന് സ്ട്രോങ് ആയിട്ട് മനസ്സിൽ നിലനിർത്താം കുറച്ച് നേരം. പിന്നെ അതുപോലെ തന്നെ ഇതിന് മുന്നേ പരീക്ഷയ്ക്ക് വാങ്ങിച്ച നല്ല മാർക്ക്, അത് തോറ്റതോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞോ ഒന്ന് ചിന്തിക്കേണ്ട, നല്ല മാർക്ക് വാങ്ങിച്ചതൊക്കെ ചിന്തയിലേക്ക് കൊണ്ടുവരാം. അതും ഒരു നല്ല ഒരു ഉപാധിയാണ്. അങ്ങനെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളത് ആ കുട്ടിക്ക് തന്നെ അറിയാം. കാരണം ആ കുട്ടിയുടെ മനസ്സിൽ തന്നെ നല്ലതും വരുന്നുണ്ട്, ചീത്തയും വരുന്നുണ്ട്. ചീത്തയാണ് കൂടുതൽ വരിക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അങ്ങനെ കുറച്ച് സൊല്യൂഷൻസ് മനസ്സിൽ ആ നേരത്തെ കൊടുക്കുക. ആ സൊല്യൂഷൻസ് ഈ വറി എക്സ്പോഷർ ആയിട്ട് ചെയ്യാൻ പോകുന്നതിനേക്കാൾ മുന്നേ തന്നെ എഴുതി വെച്ച് മനസ്സിൽ ബോധ്യപ്പെടുത്തണം. ഇന്ന രീതിയിലൊക്കെ ഇതിനെ മറികടക്കാം, എനിക്ക് സാധ്യതകളുണ്ട്. ഇതിന് മുന്നേ പല പരീക്ഷകൾ എഴുതിയിട്ട് വിചാരിച്ച പോലെ നല്ല മാർക്ക് കിട്ടി, അങ്ങനത്തെ അവസരങ്ങളുണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് ഇനിയും വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള കുറച്ച് അഫർമേഷൻസ് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല മാർക്ക് വാങ്ങിച്ച സംഭവങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. പ്ലസ് ആയിട്ടുള്ള കുറച്ച് പ്രത്യേകിച്ച് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്തെടുത്ത് ഇത്തിരി നേരം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് വളരെ ഫ്രീ ആയിട്ട് മനസ്സിനെ ശാന്തമാക്കി കണ്ടു തുറക്കാമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ വറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട വറീസിനെ നമുക്ക് ഒഴിവാക്കി മനസ്സ് ശാന്തമായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത.